നമുക്ക് കുറച്ച് മുട്ടച്ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചാള വലുതാണ്, മുട്ട ഉണ്ടോ നമുക്ക് വെട്ടി നോക്കാവേ. ഇപ്പോൾ 10 മണി കഴിഞ്ഞു. വേഗം ഞാനത് വെട്ടി കറി വെക്കട്ടെ കേട്ടോ. വേഗം വെട്ടി വെക്കട്ടെ. ഞാനേ വോയിസ് ഓവർ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എന്നുവെച്ചാൽ സമയമില്ല. അതുകൊണ്ട് ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. മുട്ടയുണ്ട്, കുഞ്ഞു മുട്ടയാണ് കേട്ടോ. അപ്പോൾ ചാള വെട്ടി കഴിഞ്ഞു. ഉപ്പിട്ട് നല്ലപോലെ കഴുകി വാരി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മുട്ടച്ചാള എന്ന് പറഞ്ഞിട്ട് ഈ 3 മുട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. 3 കുഞ്ഞു മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറി വെക്കാനായിട്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ചുവന്നുള്ളി ഇത്രയും അരിഞ്ഞ്, വേപ്പില അരിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നമുക്കിതിന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി പിന്നത്തേക്ക് വെക്കുന്നില്ല, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനേ തേങ്ങാപ്പാലിലാണ് കറി വെക്കാൻ പോകുന്നത്. രാത്രി തേങ്ങ ചിരണ്ടാനും പിടിയാനൊക്കെ മടിയായതുകൊണ്ട് 1 കവറ് കോക്കനട്ട് പൗഡർ മേടിച്ചു. അപ്പോൾ അത് കലക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളക് ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ. മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചാളക്കറി അവിടെ ഇരുന്ന് വേവട്ടെ. ഞാൻ ഓടിപ്പോയി മേലെ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ പോയി മേലൊക്കെ കഴുകി വന്നു. ഇനി നമുക്ക് കറി എന്തായാലും നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാളക്കറി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. വേഗം തന്നെ ചോറ് വിളമ്പെടുത്തിട്ട് ഞാനും മോനും കൂടി കഴിക്കുകയാണ്. മോൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും അവന് ചാളക്കറിയും കൂട്ടി കുറച്ചും കൂടി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി നാളെ കാണാവേ. ബൈ.